ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ധനത്തെക്കുറിച്ചാണ്, സമ്പത്തിനെക്കുറിച്ചാണ് ഇന്ന് അല്പസമയം നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് നിങ്ങൾക്കും ഇവിടെ ന്യായമായ സാമ്പത്തിക അവസ്ഥകളില്ലെങ്കിൽ ദുരിതപൂർണമായി പോകും നമ്മുടെ ജീവിതം. നമുക്ക് ഭക്ഷണം വേണം, പാർപ്പിടം വേണം, വസ്ത്രം വേണം, നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നടക്കണം. അതിന് സമ്പത്ത്, പണം ഒരു അനിവാര്യമായ ഘടകം തന്നെയാണ്. ദൈവം എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമുള്ളതെല്ലാം നൽകിയിട്ടുണ്ട്. എന്നാൽ സമ്പത്തിനോടുള്ള, പണത്തോടുള്ള നമ്മുടെ അത്യാഗ്രഹം അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. അത് മറ്റു പലരെയും ദരിദ്രരാക്കും. അത് മറ്റു പലരെയും ദുഃഖത്തിലേക്ക് നയിക്കും. അനീതിപരമായി സമ്പാദിച്ച പണം അവസാനം നമ്മളെയും വേദനിപ്പിക്കും. അത് ചിലപ്പോൾ കൊലപാതകത്തിലേക്കോ ആത്മഹത്യയിലേക്കോ നയിച്ചെന്നിരിക്കും. നിരാശയിലും ദുഃഖത്തിലും അത് നമ്മളെ വരിഞ്ഞു മുറുക്കിയെന്നിരിക്കും. അതുകൊണ്ട് സമ്പത്തിനെ, പണത്തെ വളരെ ശ്രദ്ധയോട് വീക്ഷിക്കുകയും വളരെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യുകയും വളരെ ശ്രദ്ധയോട് ആഗ്രഹിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ചിന്തകൻ പറഞ്ഞതുപോലെ, പണം നല്ലൊരു ദാസനാണ്, സമ്പത്ത് നല്ലൊരു ദാസനാണ്. ആ ദാസന്മാരെ കൊണ്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായി കഴിയും. നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും അവരെ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. എന്നാൽ പണം ഒരു ദുഷ്ടനായ യജമാനനാണ്. അവനെ നമ്മുടെ യജമാനാക്കുകയും നമ്മളവൻ്റെ ദാസനായി തീരുകയും ചെയ്താൽ പിന്നെ ദുഃഖപൂർണമായിരിക്കും ജീവിതം. പണമുള്ളത് കൊണ്ട് സമാധാനമുണ്ടാകണമെന്നില്ലല്ലോ. വീടുള്ളത് കൊണ്ട് ഉറങ്ങണമെന്നില്ലല്ലോ. ആഹാരമുള്ളത് കൊണ്ട് കഴിക്കണമെന്നില്ലല്ലോ. ധാരാളം സമ്പത്തുള്ള അനേകർ ഇന്ന് ഉറക്കമില്ലാത്തവരായും ഭക്ഷിക്കാൻ കഴിയാത്തവരായും നിരാശരായും ദുഃഖിതരായും പണത്തിൻ്റെ ദാസന്മാരായി ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇത് സംബന്ധിച്ച് പണത്തെ ന്യായമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനുള്ള അനുഗ്രഹീതമായ പാഠങ്ങൾ വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട്. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവർ ദൈവഭക്തിയെ ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അപ്പം ദൈവഭക്തിയെപ്പോലും ആദായ സൂത്രം, സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി ദൈവഭക്തിയെ ഉപയോഗിക്കുക, ദൈവഭക്തിയെ ഒരു സൂത്രമായിട്ട് പണസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുക. അടുത്തത്, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായം ആകുന്നത് താനും. 7-ാം വാക്യം, ഇഹത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമില്ല. ഇത് നമ്മൾ ആഴമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ലോകത്തിലേക്ക് നമ്മൾ ധനമൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് മരണം വഴിയായി നമ്മൾ കടന്നു പോകുമ്പോൾ ധനം നമുക്ക് കൊണ്ടുപോകുവാനും കഴിയുകയില്ല. വാക്യം 8, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കുക. എത്ര ആഴമേറിയൊരു ചിന്തയാണ്. ഉണ്ണാൻ വേണം, ഉടുപ്പാൻ വേണം, പാർക്കാൻ വേണം, സഞ്ചരിക്കാൻ വേണം. ഇതെല്ലാം ന്യായമായ കാര്യം. അവയൊക്കെ ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുക. വീണ്ടും അതിനോടുള്ള ആർത്തി വർദ്ധിപ്പിക്കാതിരിക്കുക. പാർക്കാനൊരു വീടുണ്ടെങ്കിൽ മറ്റൊരാളുടെ വീട് കണ്ട് അത് മോഹിച്ച് കടം മേടിച്ച് ഒരു വലിയ വീടുണ്ടാക്കി കടക്കിണിയിൽ അകപ്പെട്ട് ആ വീട്ടിൽ ഉറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിൽ വരാതിരിക്കുക. സഞ്ചരിപ്പാനൊരു വാഹനമുണ്ടെങ്കിൽ തൃപ്തിപ്പെടുക. പണമുണ്ടെങ്കിൽ നല്ലതൊന്ന് വാങ്ങിക്കൊള്ളൂ. എന്നാൽ മറ്റൊരുവൻ്റെ വണ്ടി കണ്ട് കടം മേടിച്ച്, പലിശയ്ക്ക് പണം മേടിച്ച് വണ്ടി വാങ്ങി
ആ വണ്ടിയുമായി പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വരുന്നത് യുക്തിയല്ലല്ലോ. ഉണ്മാനും ഉടുക്കുവാനുമുണ്ടെങ്കിൽ മതിയെന്ന് വെപ്പി. ആ ഒരു തൃപ്തി, സമ്പത്തിനോടുള്ള ആ കാഴ്ചപ്പാട് നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ കൂടുതൽ അനുഗ്രഹമാക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വാക്യം 9. ധനവാന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്ക് ഇരയായിത്തീരുകയും ചെയ്യുന്നു. പണസമ്പാദനത്തിന് വേണ്ടി ദ്രവ്യാഗ്രഹം മുഴുത്ത് കൈക്കൂലിയിലേക്കും കൊള്ളയിലേക്കുമൊക്കെ പോകുന്നവർ പിന്നീട് അനുഭവിക്കുന്ന വേദനകളും ദുഃഖങ്ങളും അപമാനങ്ങളും കഷ്ടതകളും എത്ര ഭയാനകമാണ്. എത്രയെത്ര കൊലപാതകങ്ങൾ, എത്രയെത്ര ആത്മഹത്യകൾ, എത്രയെത്ര പേർ ജയിലിൽ. സമ്പത്തിനോടുള്ള, പണത്തോടുള്ള അത്യാർത്തി നമ്മെ ഒരിക്കലും അനുഗ്രഹത്തിലേക്ക് നയിക്കുകയില്ല. പണം ഇങ്ങനെ കെട്ടി അടുക്കി വെച്ചാൽ അത് നമുക്ക് സമാധാനം തരികയില്ല, അത് നമുക്ക് സന്തോഷം തരികയില്ല. അനീതിപരമായി ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമെങ്കിൽ നാം ധന്യരാണ് എന്നുള്ള കാര്യം മറക്കരുത്. വാക്യം 10. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഇതിനൊന്നും വ്യാഖ്യാനം ആവശ്യമില്ല. ഒന്ന് കണ്ണോടിച്ചാൽ മതി, ചുറ്റുപാടുമൊന്ന് നോക്കിയാൽ മതി. ദ്രവ്യാഗ്രഹത്തിൻ്റെ പുറകെ ഓടിയവർ ഇന്ന് അനുഭവിക്കുന്ന വേദനകളും ദുഃഖങ്ങളും നമുക്ക് നന്നായിട്ടറിയാം. വാക്യം 11. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൽ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു. അനേക സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാധ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രതിഷ്ഠത വരെ പ്രമാണിച്ച് കൊള്ളേണം. എത്ര ശക്തമായ ഒരു സന്ദേശമാണ് ബൈബിൾ നമുക്ക് നൽകുന്നത്. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഭക്തിമാർഗത്തെ ചിലർ ധനസമ്പാദനത്തിൻ്റെ സൂത്രമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഭക്തി, കർത്താവിൻ്റെ വേലയെ, ചാരിറ്റബിൾ പ്രവർത്തനങ്ങളെ പണസമ്പാദനത്തിൻ്റെ ഒരു സൂത്രമായിട്ട് ഉപയോഗിക്കുന്നു ചിലരെന്ന് ബൈബിൾ നമ്മളോട് പറയുകയാണ്. ഞാനും നിങ്ങളും അതിൽ ഉൾപ്പെടുവാൻ പാടില്ല. നാം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവും ശിഷ്യന്മാരും ബെഥാനിയിൽ വരികയാണ്. അവിടെ ആയിരുന്നല്ലോ ലാസർ മരിച്ചതും അടക്കപ്പെട്ടതുമൊക്കെ. കർത്താവ് ബെഥാനിയിലേക്ക് വരികയും ലാസറിനെ ഉയർപ്പിക്കുകയും ചെയ്യുകയാണ്. അതാണ് 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ചില ദിവസങ്ങൾക്ക് ശേഷം പെസഹയ്ക്ക് 6 ദിവസം മുൻപ് നമ്മുടെ കർത്താവ് വീണ്ടും ബെഥാനിയിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വലിയ വിരുന്ന് കർത്താവിന് വേണ്ടി ഒരുക്കി. കാരണം ആ ഭവനവും ആ ഗ്രാമവും ആ നാട് മുഴുവൻ വലിയ സന്തോഷത്തിലായിരുന്നു. കാരണം മരിച്ച ഒരാളെ യേശു ഉയർപ്പിച്ചിരിക്കുകയാണ്. ആ വിരുന്നിൽ മരിച്ചുപോയ ലാസറും ജീവനോട് യേശുവിനോടൊപ്പം ഇരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ മറിയ വളരെ വിലയുള്ള സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ടുവന്നിട്ട് അത് പൊട്ടിച്ച് കർത്താവിൻ്റെ തലവഴി അങ്ങ് ഒഴിക്കുകയാണ്. അവളുടെ ആ സന്തോഷം, വളരെ വിലയുള്ള പെർഫ്യൂമാണത്. സാധാരണ ഒരു യഹൂദ പെൺകുട്ടി അവളുടെ വിവാഹത്തിന് വേണ്ടി അവൾ ഒരുക്കി വെക്കുന്നതാണത്. അതവൾ അവിടെ ഭർത്താവിന് വേണ്ടി കൊടുക്കുവാൻ
മാറ്റിവെച്ചിരിക്കുന്നതാണ്. അതിന് വളരെ വിലയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മറിയയ്ക്ക് അവളുടെ സഹോദരനെ കർത്താവ് സൗഖ്യമാക്കിയതുകൊണ്ട്, ജീവിപ്പിച്ചതുകൊണ്ട്, ഉയർപ്പിച്ചുകൊണ്ട്, അവളുടെ സന്തോഷം കൊണ്ട് അവൾ ആ വിലയുള്ള ആ പെർഫ്യൂം, ആ സ്വച്ഛ ജഡമാംസ തൈലം കൊണ്ടുവന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിൻ്റെ സുഗന്ധം അവിടെ മുഴുവൻ പരക്കുകയാണ്. വളരെ വർഷങ്ങളുടെ അധ്വാനവും വളരെ വർഷങ്ങൾ കൊണ്ട് സംഭരിച്ചു വെച്ചതാണ് ആ കൊച്ചു ഭരണിയിൽ ആ തൈലം. എന്നാൽ ഒരു നിമിഷം കൊണ്ട് അത് മുഴുവൻ അവൾ യേശുവിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അവളുടെ ആ നല്ല പ്രവൃത്തിയിൽ നല്ല മനസ്സുള്ളവരെല്ലാം സന്തോഷിച്ച് നിൽക്കുമ്പോൾ ഒരാൾ മാത്രം അല്പം ദുഃഖത്തിലാണ്. അദ്ദേഹം അടുത്തുള്ള യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇതൊരു വെറും ചിലവല്ലേ, ഇത് വിറ്റ് പണം വാങ്ങിയിരുന്നെങ്കിൽ ദരിദ്രർക്കത് കൊടുക്കാമായിരുന്നല്ലോ എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ശരിയായിട്ടൊക്കെ നമുക്ക് തോന്നും. പറഞ്ഞത് മറ്റാരുമല്ല, യൂദായോത്താവാണ്. എന്നിട്ട് ആ സംഭവത്തിൽ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ അങ്ങനെ പറഞ്ഞത് പണസഞ്ചി അവൻ്റെ കയ്യിലായതുകൊണ്ടാണ്, അവൻ കള്ളനായതുകൊണ്ടാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഈ ജഡമാംസ തൈലം വിറ്റിരുന്നെങ്കിൽ കുറേ പണം തൻ്റെ പണക്കിഴിയിൽ വരുമായിരുന്നു, അത് കൊള്ളയടിക്കാമായിരുന്നല്ലോ എന്നുള്ള അവൻ്റെ സൂത്രം അവനിവിടെ പ്രയോഗിക്കുകയാണ്. പക്ഷേ ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ ദരിദ്രരോട്, പാവപ്പെട്ടവരോട്, കഷ്ടപ്പെടുന്നവരോട് അവൻ്റെ തീഷ്ണത, അവൻ്റെ ആഗ്രഹം, പണവും മറ്റുമൊക്കെ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നവരോടുള്ള അവൻ്റെ വൈരാഗ്യം, അവൻ്റെ പ്രസംഗം ഒക്കെ കേട്ടാൽ നമുക്ക് തോന്നും ഇവൻ വലിയ ഭക്ത ശിരോമണിയാണെന്ന്. അല്ല, ഇവൻ ഒരു ദരിദ്രനും ഒന്നും കൊടുക്കുന്നവനല്ല. അവൻ ഭക്തിയെ, ആത്മീയതയെ, ചാരിറ്റിയെ ആദായ സൂത്രമാക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആധ്യാത്മികതയെ, കർത്താവിൻ്റെ വേലയെ, ചാരിറ്റബിളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒന്നും നമ്മുടെ ആദായത്തിൻ്റെ ഒരു സൂത്രമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാൽ നിശ്ചയമായിട്ടും കുറേ പണം ഉണ്ടായെന്നിരിക്കും. അവയെല്ലാം പിൽക്കാലങ്ങളിൽ നമുക്ക് കണിയിലും ദുഃഖത്തിലും വേദനയിലും കഷ്ടതയിലും നമ്മുടെ നിത്യത തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കും ഒരു കോരനായ യജമാനൻ്റെ കീഴിൽ പീഡിപ്പിക്കപ്പെടുന്നവരായി നമ്മൾ തീർന്നു പോകും എന്നുള്ളത്, ഇങ്ങനെയൊക്കെ ഇവയെ ആദായ സൂത്രമാക്കിയവരുടെ ചരിത്രം ആഴമായൊന്ന് പഠിച്ചാൽ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ എനിക്ക് നിങ്ങൾക്കും അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, 1 തിമോഥെയോസ് 6:10, മകനെ തിമോഥെയോസേ, നിന്റെ ഭക്തിയുടെ സൂത്രം ദ്രവ്യാഗ്രഹമാകാൻ പാടില്ല. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാണ്. അതുകൊണ്ട് നീ അത് വിട്ട് ഓടിപ്പോകണം. നീ ദ്രവ്യാഗ്രഹത്തിൻ്റെ പുറകെ പോകരുത്. നിൻ്റെ ശുശ്രൂഷകളും നിൻ്റെ ആത്മീയതകളൊന്നും പണമുണ്ടാക്കാനുള്ളൊരു സൂത്രമായിട്ട് ഉപയോഗിക്കരുത്. അതിന് പകരമായിട്ട് നീ അവ വിട്ട് ഓടിപ്പോകണം. ബൈബിളിലെ ചില കഥാപാത്രങ്ങളെ നമ്മൾ പഠിച്ചാൽ ദ്രവ്യാഗ്രഹത്തെ വിട്ടോടുന്ന ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയും. അതിലൊരാളായിരുന്നു അബ്രഹാം. ടൈഗ്രിസ് യൂഫ്രട്ടീസ് നദിയുടെ ഇടയിലായിട്ടുള്ളൊരു ഫെർട്ടൈൽ ലാൻഡ് മെസൊപ്പൊത്താമിയ, അവിടെ സാമാന്യം സമ്പത്തുള്ളൊരു കുടുംബത്തിൽ ജനിച്ച് മാന്യമായി ജീവിച്ചു കൊണ്ടിരുന്ന അബ്രഹാമിനോട് ദൈവം, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ സ്വന്തം നാടും വീടും സമ്പത്തുമെല്ലാം വിട്ട് പോകുന്ന അബ്രഹാമിനെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ധനത്തിൻ്റെ പുറകിലല്ല, ദൈവത്തിൻ്റെ പുറകെ പോകുവാൻ തയ്യാറാകുകയാണ്. അതുകൊണ്ട് അതൊക്കെ വിടുവാനും ഉപേക്ഷിക്കുവാനും തനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരുടെ യാത്രയിൽ
തൻ്റെ സഹോദരപുത്രൻ്റെ ആട്ടിടയന്മാരും തൻ്റെ ആട്ടിടയന്മാരും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, സമ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ ശരിയല്ല. ഇതെല്ലാം നൽകിയ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഏതെന്ന് നോക്കി നീ തിരഞ്ഞെടുത്തുകൊള്ളുക. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. സമ്പത്തിൻ്റെ പേരിൽ ദൈവനാമം വിജാതീയരുടെ ഇടയിൽ ദുഷിപ്പിക്കാൻ പാടില്ല. അത് കേൾക്കാനിരിക്കുകയായിരുന്നു ലോത്ത്. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അവൻ്റെ ആടുമാടുകൾക്ക് പറ്റിയ സ്ഥലം ആ യോർദാൻ്റെ തീരങ്ങൾ തന്നെയാണ്. ആ കാലങ്ങളിൽ യോർദാൻ്റെ തീരമെന്ന് പറയുന്നത് ഏദൻ തോട്ടം പോലെ ഫലഭൂയിഷ്ടമായിരുന്നു. അവനത് തിരഞ്ഞെടുത്തു. അബ്രഹാം മാറിപ്പോകുകയാണ്. ദ്രവ്യാഗ്രഹത്തെ വിട്ടോടുക എന്ന് പറയുന്നത് അത് പ്രസംഗത്തിലും എഴുത്തിലും വെളിപ്പെടുത്തേണ്ടതല്ല. അത് അബ്രഹാമിനെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ വെളിപ്പെടുത്തേണ്ടതാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഈ ലോത്തിന് നേട്ടമൊന്നും ഉണ്ടായില്ല കേട്ടോ. അയാൾക്ക് വീടുണ്ടായി, അയാൾക്ക് സ്ഥലമുണ്ടായി, അയാൾക്ക് മക്കളുണ്ടായി, ലോകപ്രകാരം അയാൾ വലിയ ധനികനായിട്ടൊക്കെ തോന്നിയെങ്കിലും പിന്നീട് അതെല്ലാം ഒരു യുദ്ധത്തിൽ കൊള്ളയടിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ധനം മാത്രമല്ല, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അടിമകളായി പോകേണ്ടി വന്നു. ഈ സന്ദർഭത്തിൽ അബ്രഹാം അവരെ പോയി വിടുവിക്കുന്നുണ്ട്. അങ്ങനെ വിടുവിച്ച് വരുമ്പോൾ സോദോം രാജാവിന് ഒരാഗ്രഹം. കാരണം തൻ്റെ രാജ്യത്തെ ഇപ്പോൾ അബ്രഹാം വിടുവിച്ചിരിക്കുകയാണ്. ടൺ കണക്കിന് സ്വർണവും ടൺ കണക്കിന് വെള്ളിയും രത്നങ്ങളുമെല്ലാം കൊള്ളയടിക്കപ്പെട്ടതെല്ലാം ഈ അബ്രഹാം മുഖാന്തരം തനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ സോദോം രാജാവ് ലോത്തിൻ്റെ മുൻപിൽ വെച്ച് അബ്രഹാമിനോട് പറയുകയാണ്, അങ്ങ് ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ് ചെയ്തത്. ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തെ വിടുവിച്ചു, ഞങ്ങളുടെ സമ്പത്തെല്ലാം മടക്കിക്കൊണ്ടുവന്നു, ഞങ്ങളുടെ ജനത്തെയും മടക്കിക്കൊണ്ടുവന്നു. അതുകൊണ്ട് ഈ ടൺ കണക്കിന് സ്വർണവും ഈ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഈ രത്നങ്ങളുമെല്ലാം അങ്ങിക്കിരിക്കട്ടെ. അപ്പോൾ അബ്രഹാം ആ രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്, എനിക്ക് ഒരു ചെരുപ്പിൻ്റെ വാറുപോലും വേണ്ട. നീ എന്നെ ധനികനാക്കിയെന്ന് നാളെ ആരും എഴുതണ്ട, ആരും പറയണ്ട. ഇതാണ് ദ്രവ്യാഗ്രഹത്തെ വിട്ടോടുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അബ്രഹാം ദരിദ്രനായോ? അദ്ദേഹത്തിൻ്റെ മക്കളായ ജൂതന്മാരെയും അറബികളെയും ഒന്ന് നോക്കുക. അവരൊക്കെ ദരിദ്രരായിപ്പോയോ? പ്രിയപ്പെട്ടവരെ, പണത്തെ ഒരു ദാസനാക്കാൻ പഠിച്ച അബ്രഹാം അത് യജമാനനാകാൻ സാധ്യതയുള്ളിടത്തെല്ലാം ഓടിപ്പോയ അബ്രഹാം ഇവിടെ ധനികനായി. പക്ഷേ ആ ധനം അദ്ദേഹത്തിന് ഏതൊരു കാലങ്ങളിലും ദാസനായിരുന്നു. ഇതായിരിക്കണം നമ്മുടെ മാതൃക. ബൈബിളിൽ ഗേഗസി എന്ന ഒരു പ്രവാചക ശിഷ്യനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം എലീശ എന്ന ശക്തനായ പ്രവാചകൻ്റെ കൂടെ താമസിച്ചൊരു മനുഷ്യനാണ്. ഒരിക്കൽ സിറിയയുടെ സൈന്യാധിപൻ തൻ്റെ ഒരു ദാസിയിലൂടെ ഒരു വാർത്ത കേട്ടു. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അദ്ദേഹം പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകും. നയമാൻ ഒരു കുഷ്ഠരോഗിയായിരുന്നു. തൻ്റെ ബാല്യക്കാരി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ രാജ്യത്ത് ഒരു പ്രവാചകനുണ്ട്, അങ്ങ് അവിടെ പോയാൽ ആ പ്രവാചകൻ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അങ്ങയുടെ കുഷ്ഠരോഗം പൂർണ്ണമായിട്ടും സൗഖ്യമാകും. ഇത് കേട്ട് ആ നയമാന സൈന്യാധിപൻ ധാരാളം സമ്പത്തുകളുമായിട്ട് രത്നം, സ്വർണം, വസ്ത്രം, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ ഇവയെല്ലാമായിട്ട് ഈ പ്രവാചകൻ്റെ അടുക്കൽ വന്നു. പ്രവാചകൻ്റെ അടുക്കൽ വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പോയി 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ അവന് സൗഖ്യം കിട്ടി. അവൻ മടങ്ങി വന്ന് അവൻ കൊണ്ടുവന്ന ഈ രത്നവും ഈ സ്വർണവും ഈ തുണിയും ഈ സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ
കൊടുക്കുവാനായിട്ട് താല്പര്യപ്പെട്ടപ്പോൾ ഈ പ്രവാചകൻ അതൊന്നും വാങ്ങിയില്ല. അദ്ദേഹം ദ്രവ്യാഗ്രഹം വിട്ടോടുന്ന ഒരു പ്രവാചകനായിരുന്നു. എത്ര നിർബന്ധിച്ചിട്ടും നയമാനിൽ നിന്ന് ഒന്നും വാങ്ങിക്കുവാൻ ഈ എലീശ തയ്യാറായില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് തൻ്റെ ശിഷ്യൻ ഗേഹസി ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇങ്ങനെ പെടയുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആ രത്നത്തിലും ആ സ്വർണത്തിലും ആ വസ്ത്രത്തിലും ആ പെർഫ്യൂമിലുമൊക്കെ ഇങ്ങനെ ഒട്ടക്കി നിൽക്കുകയാണ്. എന്ത് മണ്ടത്തരമാണ് ഈ എലീശ പ്രവാചകൻ ചെയ്യുന്നത്, തൻ്റെ ഗുരു ചെയ്യുന്നത് എന്നൊക്കെ അവൻ ചിന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഈ നയമാൻ ശ്രീയിലേക്ക് മടങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഈ ഗേഹസി അവൻ്റെ പുറകെ ഓടുകയാണ്. പുറകെ ഓടിച്ചെന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ എൻ്റെ യജമാനൻ്റെ വീട്ടിലേക്ക് ചിലർ വന്നിട്ടുണ്ട്, അവർക്ക് ചില വസ്ത്രം വേണം, ചില കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. നയമാന് വലിയ സന്തോഷമായി. നയമാൻ കുറേ വസ്ത്രവും കുറേ സമ്പത്തുമെല്ലാം ഈ ഗേഹസിക്ക് കൊടുക്കുകയാണ്. അവനതെല്ലാം തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഒളിച്ചു വെച്ചു. പക്ഷെ ദുഃഖകരമായൊരു കാര്യം, നയമാന് വന്ന കുഷ്ഠം ഈ ഗേഹസിക്ക് വന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അവന് ധനം കിട്ടി, ആ കൂട്ടത്തിൽ കുഷ്ഠവും കിട്ടി. പ്രിയപ്പെട്ടവരെ, ദ്രവ്യാഗ്രഹം വിട്ടോടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നയമാൻ്റെ ഈ പണം സ്വീകരിച്ചാൽ, ഈ സമ്പത്ത് സ്വീകരിച്ചാൽ, അവൻ യോർദാനിൽ കളഞ്ഞ ആ കുഷ്ഠം തനിക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കിയ ഈ പ്രവാചകൻ എലീശ ആ ദ്രവ്യാഗ്രഹത്തെ വിട്ട് ഓടിപ്പോയി, ഒഴിഞ്ഞു മാറി. എന്നാൽ അത് മനസ്സിലാക്കുവാൻ കഴിയാതിരുന്ന ആ പ്രവാചകൻ്റെ ശിഷ്യൻ ഗേഹസി ആ ദ്രവ്യത്തിൻ്റെ പുറകെ ഓടി, നയമാൻ്റെ പുറകെ ഓടി, ചോദിച്ചു വാങ്ങി. ആ കൂട്ടത്തിൽ അവൻ്റെ മരണം വരെയും മാറാത്ത ആ കുഷ്ഠരോഗം, ജനത്തിൽ നിന്ന് അവനെ മാറ്റുന്ന, സമൂഹത്തിൽ നിന്ന് അവനെ പുറത്താക്കുന്ന ആ രോഗത്തിന് അവൻ അടിമയായി തീർന്നതായിട്ടാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ നമ്മളോട് പറയുകയാണ്, നീയോ ദൈവമനുഷ്യനായുള്ളവേ അത് വിട്ടോടേണം. ചിലരൊക്കെ അതിനെ ആദായ സൂത്രമാക്കുന്നുണ്ട്. ചിലരൊക്കെ ആ പണത്തിന് വേണ്ടി ഓടി പല കെണിയിലും പല സംഹാരനാശങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എൻ്റെ മകനെ തിമത്തിയോസയെ, നീ അത് വിട്ടോടണം. തിമത്തിയോസയെ, നീ ദ്രവ്യാഗ്രഹത്തെ വിട്ടോടണം. പക്ഷേ നീ ചിലതിൻ്റെ പിന്നെ ഓടണം. 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുകയാണ്, നീ നീതിയെ പിന്തുടരണം, നീതിയുടെ പുറകിൽ നീ നിൽക്കണം, ഭക്തിയെ പിന്തുടരണം, വിശ്വാസത്തെ പിന്തുടരണം, സ്നേഹത്തെ പിന്തുടരണം, ക്ഷമയെ പിന്തുടരണം, സൗമ്യതയെ പിന്തുടരണം. പണത്തിൻ്റെ പുറകിലല്ല, പണത്തെയല്ല നീ പിന്തുടരേണ്ടത്. നീ ദയയെ ഒന്ന് പിന്തുടരുക, നീതിയെ ഒന്ന് പിന്തുടരുക, സ്നേഹത്തെ ഒന്ന് പിന്തുടരുക, വിശ്വാസത്തെ ഒന്ന് പിന്തുടരുക. അവയൊരിക്കലും നിന്നെ ചതിക്കുകയില്ല. അവ നിന്നെ അനുഗ്രഹത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, നിത്യതയിലേക്ക് നിന്നെ നയിക്കും. അതുകൊണ്ട് ദ്രവ്യാഗ്രഹത്തെ പിന്തുടരാതെ അത് വിട്ടോടിയിട്ട് നീതിയെയും സ്നേഹത്തെയും ക്ഷമയെയും ദയയെയും ഒക്കെ പിന്തുടരുവാൻ നമ്മൾ പഠിക്കണം. അതിന് പുറകെ നമ്മൾ നടക്കണം. അത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കും, നമ്മോടൊപ്പമുള്ളവരെയും അത് അനുഗ്രഹമാക്കും. നമ്മുടെ വീടിനും നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും ഈ ലോകത്തിനുമൊക്കെ നാം ഒരു അനുഗ്രഹമായി തീരും. 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുകയാണ്, നീ വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് പറഞ്ഞാൽ നിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി ചോദ്യങ്ങൾ വന്നെന്നിരിക്കും. ദൈവത്തെക്കുറിച്ച്, ബൈബിളിനെക്കുറിച്ച്, ഉപദേശത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് നിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടായിരിക്കും. ഒരു യുദ്ധക്കളത്തിൽ ഒരു പട്ടാളക്കാരൻ പോരാടുന്നത് പോലെ നീ നിൻ്റെ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അതിൽ നീ പരാജയപ്പെടരുത്. അതിൽ നീ ജയിക്കണം. അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നീ ഉപവസിക്കണം, അതിനുവേണ്ടി നീ പഠിക്കണം,
അതിനുവേണ്ടി നീ പോരാടണം. പണത്തിന് വേണ്ടി നീ പോരാടരുത്. സമ്പത്തിന് വേണ്ടി നീ പോരാടരുത്. അതിനുവേണ്ടി കോടതി കയറി ഇറങ്ങി നിൻ്റെ സമയം കളയരുത്. വിശ്വാസത്തിന് വേണ്ടി നീ പോരാടണം. മാത്രമല്ല 6-ാം അധ്യായത്തിന് 13-ാം വാക്യത്തിൽ പറയുകയാണ്, നീ നിത്യജീവനെ പിടിച്ചുകൊള്ളണം. ലോകത്തിൽ എന്തെല്ലാം നമ്മൾ ഉണ്ടാക്കിയാലും മരണത്തോടുകൂടി അത് നഷ്ടപ്പെടും. അത് നമുക്ക് കൊണ്ടുപോകാനൊക്കെയില്ല. നമ്മുടെ വീട്, നമ്മുടെ കാറ്, നമ്മുടെ സ്ഥലങ്ങൾ, നമ്മുടെ ഫാക്ടറികൾ, നമ്മുടെ സ്ഥാപനങ്ങൾ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല. മരണത്തോടുകൂടി എല്ലാം ഇവിടെ നഷ്ടപ്പെടുകയാണ്. പിന്നീട് നിത്യജീവനിലേക്കോ നിത്യനാശത്തിലേക്കോ നാം പോകണം. അതുകൊണ്ട് പിടിക്കേണ്ടത് നിത്യജീവനാണ്. ഈ ലോകത്തിൽ നിത്യജീവനെ നഷ്ടപ്പെടുത്തി ലോകം വെട്ടിപ്പിടിച്ചിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? ആകയാൽ നിത്യജീവനെ പിടിക്കണം. അതിന് തടസ്സമാണ് ദ്രവ്യാഗ്രഹം. അതുകൊണ്ടത് വിട്ടോടണം. നിത്യജീവനെ പിടിക്കാൻ അനിവാര്യമായ ഘടകമാണ് സ്നേഹവും ക്ഷമയും കരുണയും ദയയും വിശ്വാസവുമൊക്കെ. അതുകൊണ്ട് അത് പിന്തുടരണം. നിത്യജീവനെ പിടിക്കണം. മാത്രമല്ല 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ വരവ് വരെ നിഷ്കളങ്കമായി നീ ഇവ പ്രമാണിച്ചു കൊള്ളണം. ഏത്? ദ്രവ്യാഗ്രഹം വിട്ടോടണം, നീതിയെയും ദയയെയും സ്നേഹത്തെയും ക്ഷമയെയും സൗമ്യതയും പിന്തുടരണം. വിശ്വാസത്തിൽ നല്ല പോർ പൊരുതണം. നിത്യജീവനെ പിടിക്കണം. ഈ പ്രമാണങ്ങൾ, ഈ കൽപ്പനകൾ കർത്താവിൻ്റെ വരവ് വരെ നിഷ്കളങ്കനായിട്ട് നിരപവാദ്യനായിട്ട് നീ പ്രമാണിക്കണം എന്നാണ് ഈ തിരുവചനത്തിലൂടെ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുവാനുള്ള ദൈവിക സന്ദേശം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവ് വളരെ സമീപിച്ചു പോയി. അന്ന് 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. ഭക്തിമാർഗത്തെ, ആധ്യാത്മിക മാർഗത്തെ ആദായ സൂത്രമാക്കുന്നവർ കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടും. ദ്രവ്യാഗ്രഹം മൂത്ത് അതിൻ്റെ പുറകെ ഓടുന്നവർ കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടും. ധനികനാകാനുള്ള ആഗ്രഹത്തിൽ പരീക്ഷയിലും കണിയിലും പെട്ട് ആത്മീകത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കുഴയുന്നവരും കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവമനുഷ്യനായുള്ളവേ, നിത്യജീവനെ മുറുകെ പിടിക്കണം. നിത്യജീവനെ മുറുകെ പിടിക്കണമെങ്കിൽ ദ്രവ്യാഗ്രഹത്തെ വിട്ടോടണം. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതണം. നീതിയുടെ, സ്നേഹത്തിൻ്റെ, സൗമ്യതയുടെ, കരുണയുടെ, ദയയുടെ പിന്നെ ഓടണം. ഇവയെല്ലാം നിഷ്കളങ്കതയോട് പ്രമാണിക്കണം. എന്നാൽ കർത്താവിൻ്റെ വരവിൽ നമുക്ക് പോകുവാൻ കഴിയും. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം, ഉണരാം. ഈ വചനങ്ങളാൽ കർത്താവ് ഇവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമായതുകൊണ്ട് അതിനെ വിട്ടോടുവാനും മരണത്തിന് ശേഷവും ഞങ്ങൾ ജീവിക്കേണ്ടതിന് നിത്യജീവനെ പിടിക്കാനും അത് നീതിയെ പിന്തുടരുന്നതിലൂടെ, സ്നേഹത്തെ പിന്തുടരുന്നതിലൂടെ, കരുണയെയും ദയയെയും പിന്തുടരുന്നതിലൂടെ ആ നിത്യജീവനെ പിടിക്കുവാനും നിഷ്കളങ്കമായി അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.